Hello, Namaskaram. I am Merin. Welcome to my channel. I have video on craft materials. This video in the end, I have video on craft materials. Organize arrange the video start to end. So, video start. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയലിന്റെ അവസ്ഥ. കണ്ടില്ലേ, എല്ലാ അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. ഒരു ആക്രിക്കടയുടെ ഒരു പ്രതീകമാണ്. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു അറ്റത്ത് നിന്ന് തന്നെ അങ്ങ് അടുക്കി വൃത്തിയാക്കി തുടങ്ങാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കളേഴ്സിൽ നിന്ന് തുടങ്ങാം. കളേഴ്സ് ഒക്കെ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സിലാണ് ഞാൻ കളേഴ്സ് ഒക്കെ വെക്കുന്നത്. ഇത് ആക്ഷൻ ക്യാമറയുടെ ബോക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ തലതിരിച്ചാണ് വെക്കുന്നത്. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ അക്രലിക് കളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പോസ്റ്റർ കളർ ഇതാ ഈ ഒരു ഏരിയയിലേക്കാണ്. ഇത് മെറ്റാലിക് കളേഴ്സ്, പേൾ കളേഴ്സ്, പിന്നെ 3D ലൈനേഴ്സ് ഇവിടെ സെൻറ്ററിലേക്കാണ്. പിന്നെ ബാക്കിയുള്ള 3D ലൈനേഴ്സ് ഈ ഒരു റാക്കിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കളേഴ്സ് ഇത്രയും സെറ്റായി. പിന്നെ എല്ലാ സൈസിലെയും ബ്രഷ് ഞാൻ ഇതിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇതിനെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നതാണ്, കാണാത്തവർ കണ്ടു നോക്കുക. ഇതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് ബ്രഷും ഞാൻ ഇട്ട് വയ്ക്കും. എന്നിട്ട് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് അങ്ങ് എടുത്താൽ മതി. ഈ ബ്രഷ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വയ്ക്കാം. പിന്നെ ഇത് ഓറിഗാമി പെൻ സ്റ്റാൻഡാണ്. ഇതിൻ്റെ അകത്തെല്ലാം ഓരോ റാക്കും ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാൻ എല്ലാ പേനയൊക്കെ ഇട്ട് വയ്ക്കുന്നത്, പേനയും പെൻസിലും ഒക്കെ ഇട്ട് വയ്ക്കുന്നത്. ഓരോ റാക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓരോന്ന് തരംതിരിച്ചും വെക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പം മാർക്കറും പെൻസും ഒക്കെ ഇതിൻ്റെ അകത്തും, കുറച്ച് വലിയ ഐറ്റംസ് കട്ടിങ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തുമാണ് വയ്ക്കുന്നത്. മാർക്കേഴ്സ് എല്ലാം ഈ ഒരു റാക്കിലാണ് വയ്ക്കുന്നത്. പെൻസിലെല്ലാം ഈ ഒരു റാക്കിലും, പിന്നെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പെന്നൊക്കെ വേറൊരു റാക്കിൽ വയ്ക്കുകയാണ്. പിന്നെ സാധാ പേനയൊക്കെ ബ്ലാക്ക് പെന്ന്, റെഡ് പെന്ന്, ബ്ലൂ പെന്നെല്ലാം അതും ഒരു റാക്കിൽ വയ്ക്കുകയാണ്. വലിയ മാർക്കേഴ്സും വൈറ്റ്നറും എല്ലാം ഇതിൽ വെച്ചാണ്. ഡീറ്റെയിലിംഗ് നൈഫിൻ്റെ ബ്ലേഡാണ്, അതവിടെ ഇരിക്കട്ടെ. ചാർക്കോൾ പെൻസിൽ, അപ്പം കവറിലൊക്കെയാണ്, അപ്പോൾ നമുക്ക് അനക്കണ്ട, അതുപോലെ തന്നെ വെച്ചേക്കാം. ഇതും പുതിയതാണ്, അപ്പോൾ അതൊക്കെ അവിടെ അതുപോലെ ഇരിക്കട്ടെ. ഡീറ്റെയിലിംഗ് നൈഫ്, കട്ടർ, പിന്നെ കോമ്പസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. പിന്നെ ഇത് ലെഡ് പെൻസിലിൻ്റെ നിബ്ബാണ്, ഇതൊക്കെ ഇവിടെ വയ്ക്കാം. ഇറേസർ, ഇത് ചെറിയ സ്റ്റാപ്ലറാണ്, അതും നമുക്കിവിടെ വയ്ക്കാം. അപ്പം നമ്മുടെ പേനയെല്ലാം നല്ലതുപോലെ അറേഞ്ച്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ടേപ്പും റിബൺസും എല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഒരു പാടാണ്. എപ്പോഴും അത് കാണാതെ പോവും. അതുകൊണ്ട് എല്ലാം ഞാനത് വെക്കുന്നത് ഈ ഒരു ഹാങ്ങറിലാണ്.
അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. നിങ്ങൾക്ക് എല്ലാ ടേപ്പും ഇതിൻ്റെ അകത്ത് കൊടുത്തിടാം. ഈ ടേപ്പിന് വേണ്ടിയിട്ട് വീട് മൊത്തം അലഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതും റെഡിയായി. അപ്പോൾ ഇതെല്ലാം ഇനി ത്രെഡാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ബോക്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അത് ഇളകി പോവാതിരിക്കാൻ പിന്നെ മൊത്തം കട്ട പിടിക്കുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി അവിടെ. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം കട്ട പിടിച്ചിട്ട് ഫുള്ള് കെട്ടൊക്കെ ആയി പോകും. പിന്നെ ത്രെഡൊക്കെ നശിക്കും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എല്ലാത്തിനും ഒന്ന് ഇച്ചിരി ഒന്ന് ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ ത്രെഡെല്ലാം നമുക്ക് ഇത് വാങ്ങിച്ചപ്പം കിട്ടിയൊരു കവറായിരുന്നു. എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ നല്ലതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിക്കാം. പിന്നെ എംബ്രോയ്ഡറി ത്രെഡെല്ലാം ഒരുമിച്ചാക്കണം. ഈ ത്രെഡൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു കവറിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കളറും പൊടിയൊക്കെ പിടിച്ചിട്ട് വൃത്തികേടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ കെട്ടൊക്കെ വീണിട്ട് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പം ഇതുപോലത്തെ ചെറിയൊരു കവറിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ പുതിയതുപോലെ തന്നെ ഇരുന്നോളും. ഇതും കവറിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. അല്ലേ അഴുക്കൊക്കെ പറ്റിയാൽ പിന്നെ വൃത്തികേടാവും. ഇതെല്ലാം നമുക്ക് കാർഡ്ബോർഡിൻ്റെ അകത്ത് നല്ലതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ത്രെഡെല്ലാം ഓർഗനൈസായി. അപ്പോൾ ത്രെഡൊക്കെ പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്ത് തന്നെ വെച്ചേക്കാം. ഇനി ഇതുപോലത്തെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പാറ്റേൺ പേപ്പേഴ്സ്, കളർ പേപ്പേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇത് ഡിക്കോപ്പേജ് ഷീറ്റ്. അപ്പോൾ ഈ ഡിക്കോപ്പേജ് ഷീറ്റ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാനിത് പാറ്റേൺ പേപ്പേഴ്സിൻ്റെ ഉള്ളിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചുളിവൊന്നും വീരാത്ത രീതിയിൽ നല്ലതുപോലെ ഇരുന്നോളും. എന്നിട്ട് ഇച്ചിരി ടേപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒട്ടിക്കണ്ട. പിന്നെ കളർ പേപ്പേഴ്സ്, OHP ഷീറ്റ്, പിന്നെ സ്റ്റെൻസിൽ പേപ്പർ, ഫോയിൽ ഷീറ്റ്, പാറ്റേൺ പേപ്പർ. ഇതെല്ലാം ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും.
ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കട്ടിംഗ് മാറ്റ്, പിന്നെ ഫെദേഴ്സ്, ഇത് ഫ്രഞ്ച് കർവാണ്, അതും ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. പിന്നെ എംബ്രോയ്ഡറി റിങ്, കളർ പാലറ്റ്, പിന്നെ ഇതുപോലത്തെ റാപ്പിംഗ് പേപ്പേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇത് ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ആണ്. അപ്പോൾ അതും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വീഴത്തില്ല. പിന്നെ ഇതിൽ തന്നെ സ്പ്രേ പെയിൻറ്റും വെച്ച് കൊടുക്കുകയാണ്. സ്പ്രേ പെയിൻറ്റ്, ടർപ്പൻറ്റൈൻ. ഇനിയും സ്പേസ് ഉണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വെക്കാം. ഇനി ബീഡ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു ബോക്സിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതും റെഡിയായി. ഇനി ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുകയാണ്. ഈ ഒരു ബോക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ കാണിച്ചിരുന്നതാണ്. ജ്വല്ലറി ബോക്സിൻ്റെ, കാണാത്തവർ കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചതിലൊന്നും പെടാത്ത ഐറ്റംസ് ആയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഞാൻ എൻ്റെ ടേബിളിൻ്റെ ഡ്രോയറിലാണ് ഇട്ട് വയ്ക്കുന്നത്. ടേബിൾ എനിക്ക് തന്നേക്കുവാണ് വീട്ടുകാർ, വൃത്തിയായിട്ടെങ്കിലും അത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡ്രോയറിൻ്റെ അകത്ത് ആകുമ്പോഴത്തേക്ക് വെളിയിൽ നിന്നാരും കാണത്തതുമില്ല, ആ ഒരു വൃത്തിയായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യാം. നമുക്കും അത് നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കും എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഡ്രോയറാണ്. ഡ്രോയറിൻ്റെ അകത്ത് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു റാക്കിൽ ഞാൻ നമ്മളുടെ ബോട്ടിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽ വെക്കുവാണ്. പിന്നെ ഇത് ഫെറി ലൈറ്റ്സ് ആണ്, അതെല്ലാം ഈ ഒരു ബോക്സിലിട്ട് വെച്ചേക്കുവാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ വെച്ചേക്കാം. ബീഡ്സും കാര്യങ്ങളും എല്ലാം ഒരിടത്ത്. പിന്നെ സിലിക്കൺ മോൾഡ്. ഇത്ര അറേഞ്ചായി. ഇനി അടുത്ത റാക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രോയറിൻ്റെ അകത്ത് ഞാൻ ഗ്ലൂവിൻ്റെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കത്രിക വെച്ചിട്ടുണ്ട്, ടേപ്പിൻ്റെ കട്ടർ വെച്ചിട്ടുണ്ട്, പിന്നെ ക്ലേ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് വിസിബിളാണ് എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് തിരിച്ച് വെക്കാനും ഹെൽപ്ഫുള്ളാണ് എനിക്ക് ഈ ഒരു മെത്തേഡ്, ഡ്രോയറിൻ്റെ അകത്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ക്രാഫ്റ്റ് വീഡിയോസൊക്കെ എപ്പോഴും ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എടുക്കുകയും അത് തിരിച്ചു വയ്ക്കുകയും ആ ഒരു പ്രോസസ്സാണ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. പിന്നെ എന്തായാലും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചൊക്കെ ടിപ്സ് ഓർഗനൈസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ പേര് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. എല്ലാവരും നല്ല നല്ല കമൻസാണ് പറയുന്നത്. അവർ ട്രൈ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പം വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ വർക്കെല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലോ അയച്ചു തരിക.
അപ്പോൾ നിങ്ങളുടെ വർക്ക്സ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.